നമസ്കാരം. IFBHന്റെ 916 ദിന മലയാള വിഭാഗ വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുര്യൻ കുരുവിള ആണ്. വെബിനാറിന്റെ ആദ്യ ഭാഗമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. നന്ദി. IFBH എന്ന ഈ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 916 ദിനങ്ങളായി. ഈ 916 ദിനങ്ങളിലും നാം ഇടതടവില്ലാതെ നടത്തി വരുന്ന ഓരോ സെഷനുകളും ഇന്നിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ നാം കണ്ടതാണ്. ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഹോമിയോപ്പതി അപ്ലൈ ചെയ്യാവുന്നതിന്റെ ഒരു തിയറി വരെ നാം കേട്ടു. അതുകൊണ്ടാണ് ഈ വെബിനാർ എന്തുകൊണ്ടാണ് നിങ്ങൾ തുടരുന്നത്? ഇനിയിപ്പോൾ കോവിഡ് കാലമില്ല, നിങ്ങൾക്ക് ദിവസവും സംസ്ഥാന സമ്മേളനങ്ങളും അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടത്തി മെറ്റീരിയൽ പഠിക്കാമല്ലോ എന്നൊക്കെ പല ആൾക്കാരും പറയുമ്പോൾ ഇതിന്റെ പ്രസക്തി ഇതാണ്. നമ്മുടെ ചിന്തകൾ വളരെ വ്യത്യസ്തമായ ലെവലുകളിൽ നമ്മളെ കൊണ്ടെത്തിക്കാനും അതുവഴി ഹോമിയോപ്പതിക്ക് നേട്ടമുണ്ടാക്കാനും നമുക്കാവണം. അന്താരാഷ്ട്ര ചിന്തകളെല്ലാം ഈ വേദിയിൽ വരുന്നത് വഴി നമ്മളുടെ എല്ലാം മനസ്സുകളിലെ കുറെ പുത്തൻ ആശയങ്ങൾ തരികയും അത് വളർന്ന് ഹോമിയോപ്പതിക്ക് ഗുണകരമായ രീതിയിൽ ഭവിക്കുകയും ചെയ്യണം എന്നതാണ് IFBHന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ പൊതുജനങ്ങളിലോട്ട് ഹോമിയോപ്പതി എത്തിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതിനുവേണ്ടി നാം നടത്തുന്ന ഈ ശ്രമങ്ങളിൽ എന്തുകൊണ്ടോ കൂടുതൽ പൊതുജനങ്ങളെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിനെല്ലാവരും പറയുന്ന ഒരു കാരണം നമ്മൾ ഡോക്ടർമാർക്ക് മെറ്റീരിയൽ പഠിപ്പിക്കുന്ന ഒരു വേദിയാക്കി കൊണ്ടുപോകുന്നതുകൊണ്ടാണെന്നാണ്. പക്ഷെ അതിന് മാറ്റങ്ങൾ നമ്മൾ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രവർത്തകരായിട്ട് ഹോമിയോപ്പതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ നിങ്ങളെ ഈ വേദിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് ഗംഭീരമാക്കി അവരിലൂടെ ഹോമിയോപ്പതി പ്രചരിപ്പിക്കാനാവും. അപ്പൊ അതിനുള്ള ശ്രമങ്ങളും IFBH നടത്തുന്നുണ്ട്. ഇനി ഒരു വെറും 84 ദിനങ്ങൾ മാത്രമാണ് നമ്മുടെ 1000 ദിനത്തിൽ എത്തുവാൻ. അപ്പം അതിനോടനുബന്ധിച്ചുള്ള പല പ്രോജക്റ്റുകളും അണിയറയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ നടത്തിയിരുന്നു. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെന്തൊക്കെ ചെയ്യണം, അപ്പൊ അതിനാരെയൊക്കെ കാണണം, അതിനുള്ള ശ്രമങ്ങളും ഒക്കെ IFBHന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഈ വേദിയിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇനി ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ കുര്യൻ കുരുവിള സാറാണ്. ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ നമ്മുടെ IFBHലെ ഏറ്റവും സരസമായ ഒരു മുഖമാണ്. എന്നും ചിരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഗാനങ്ങളും ഒക്കെ പാടി നമ്മുടെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം നടന്ന വഴികളും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളും ഒക്കെ നമ്മളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുര്യൻ കുരുവിള സാറിനെ ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഭാവി തലമുറയ്ക്ക് എങ്ങനെയാണ് ഹോമിയോപ്പതിയിലൂടെ വളരാനൊക്കുക. അതായത് നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു പരിപാടി ഫിക്സ് ചെയ്യുന്നത് ഏകദേശം ഒരു 10:30 മണിക്കാണ്. അപ്പോഴും ഈ രാത്രി 10:30 മണിക്കും അദ്ദേഹം രോഗിയുടെ മുമ്പിൽ സ്റ്റെതസ്കോപ്പുമായിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രായത്തിലും സ്റ്റെതസ്കോപ്പുമായിട്ട് രാത്രി അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അതാണ് ഹോമിയോപ്പതി നാളെ നിന്ന് പോകും അല്ലെ ഇന്ന് പൂട്ടിപ്പോകും എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു ഉത്തരം കൂടിയാണ് ഈ കുര്യൻ കുരുവിള എന്ന ഒരു പ്രതിഭാസം. കാരണം നമ്മൾ എന്നും കാണുന്നതാണ്, നമ്മുടെ ഈ വേദിയിൽ ഫാൻ ഓണാക്കി ഒരു ഓപ്പൺ സ്പേസിൽ ആള് മാത്രം കാണില്ല. പിന്നെ ചിലപ്പോൾ അദ്ദേഹത്തിനെ അല്ലാതെ മറ്റു ചില മുഖങ്ങൾ അവിടെ ഇരിക്കുന്നത് കാണാം നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തുന്നതിനിടയിലും ഒക്കെ. അപ്പൊ അതിന്റെ കാരണം എപ്പോഴും ലൈവായിട്ട് അദ്ദേഹം രോഗികളെ നോക്കി. ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ അപ്പറേ ഒരാളുണ്ടാവാം. എന്തായാലും എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിനം കുരുവിള ഡോക്ടറോടൊപ്പം എന്നൊരു പരിപാടിയാണ് നാം ഈ വേദിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ദിനത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കുര്യൻ കുരുവിള ഡോക്ടറെ ഈ വേദിയിലോട്ട്. സ്വാഗതം സർ. ആദ്യമായി Thank you for kind words.
ആദ്യമായി നമുക്കൊരു സാറിന്റെ ഒരു ഗാനത്തിലൂടെ തന്നെ തുടങ്ങാം. എല്ലാരും ജലദോഷം പിടിച്ചിരിക്കുക. ഒരു 4 വരി ജലദോഷത്തിലും അത് കുഴപ്പമില്ല. സ്ഥിരം അവസാനം പാടാമെങ്കിൽ പാടാം. അത് തീർച്ചയായും. സാധാരണ നമ്മള് ഞായറാഴ്ച നമ്മുടെ ഈ ചികിത്സാ അനുഭവങ്ങൾ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഈ ഞായറാഴ്ച 12 അനുഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് പോകാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സാറ് തുടങ്ങിക്കോളൂ. ചികിത്സയുടെ വെടിക്കെട്ടുകൾ അങ്ങ് തുറക്കൂ. അവസാനം നമുക്ക് നല്ല മാലപ്പടക്കങ്ങളിലൂടെ പൊട്ടിക്കാം പാട്ടിലൂടെ. തീർച്ചയായും അതിനായി എല്ലാവരും കാതോർക്കുകയാണ്. അങ്ങ് തുടങ്ങിക്കോളൂ. സ്വാഗതം. ഓക്കെ, താങ്ക് യു ടു എവരിബഡി. എനിക്ക് വന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ 2-3 കേസുകളാണ് ഇപ്പൊ പറയുന്നത്. വന്ന് ഒരു 70 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് കോട്ടയത്തിന് അടുത്ത് തന്നെയുള്ള ഫാമിലിയാണ്. മക്കള് 4 പേരുണ്ട്. 4 പേരും വിദേശ രാജ്യങ്ങളിൽ ഡോക്ടേഴ്സ് ആണ്. റിലേറ്റീവ്സില് കോട്ടയത്തെ നേരത്തെ ഉണ്ടായിരുന്ന പേര് കേട്ട പ്രഗത്ഭരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഒക്കെ റിലേറ്റീവ്സ് ആണ്. അങ്ങനെ ഇദ്ദേഹം ഒരു നല്ല ഹൈ പൊസിഷനിൽ നിന്ന് വന്ന മനുഷ്യനാണ്. പക്ഷെ ഒരു 70 വയസ്സായി കഴിഞ്ഞപ്പോൾ തുടങ്ങി അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ഒന്ന്, അദ്ദേഹം ഒരു പൊസിഷനിൽ തന്നെ ഒരു ബെഡിൽ തന്നെ കിടക്കത്തില്ല. കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി വേറെ കസാര കൊണ്ടിരുത്തണം. ആ കസാര കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ചാരു കസാരയുണ്ട്, അങ്ങോട്ട് മാറണം. പിന്നെ അത് കഴിഞ്ഞ് ചാരു ബെഞ്ചുണ്ട്, അങ്ങോട്ട് മാറണം. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ്സും മക്കളും ഒക്കെ വെളിയിലാണ്. പക്ഷേ സഹായത്തിന് ഭാര്യ മാത്രമേ കൂട്ടത്തിലുള്ളൂ. അവരുടെ ഇണക്ക് പറയുകയാണ്. ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉടനെ വിളിക്കും, അടുത്ത സ്ഥലത്തേക്ക് മാറും. ഇങ്ങനെ അവർ വളരെയധികം ബുദ്ധിമുട്ടിലായി. അതോടൊപ്പം തന്നെ എപ്പോഴും ഇങ്ങർക്ക് ദാഹമാണ്, വെള്ളം കുടിക്കണം. അപ്പോൾ ഈ പാത്രത്തിലെല്ലാം കൊണ്ട് വെള്ളം കൊണ്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാത്രമേ കുടിക്കുകയുള്ളൂ. പക്ഷെ വെള്ളം ഒരുപാട് കൊണ്ട് വെക്കണം. ഇത് പോരിച്ച് ഇങ്ങേരെ മാറ്റവും ഇത്രേ ഉള്ളു, വേറെ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇത് ബുദ്ധിമുട്ടായി. ഓരോ ഡോക്ടർമാരും കൂട്ടത്തിലുള്ളവരും മാറി മാറി ചികിത്സിച്ചു. അവസാനം കുറവില്ല. പിന്നെ അവസാനം സൈക്കാട്രിയെ കൊണ്ടുപോയി കാണിച്ചു. സൈക്കാട്രിക്കാരൻ ഗുളിക കൊടുത്തു. യാതൊരു രക്ഷയില്ല. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ പരിപാടികളെല്ലാം വീണ്ടും തുടങ്ങും. ഇങ്ങനെയായി മാറ്റത്തു. ഇനി അലോപ്പതിയിൽ ഒന്നും ചികിത്സിക്കാനില്ല. കംപ്ലീറ്റ് മെഡിക്കേഷൻ കഴിഞ്ഞു. പടിക്കണക്കിന് ഗുളികയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നത്. സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവരുടെ ഡ്രൈവർ എൻ്റെ പേഷ്യൻ്റ് ആണ്. അദ്ദേഹം ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, നിങ്ങൾ ഹോമിയോ മരുന്ന് കഴിക്കുക, അപ്പം ഇതിന് ആശ്വാസം കിട്ടും, ഇങ്ങനെ കൊണ്ട് തന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഈ ഡ്രൈവറെ വിട്ടു. ഞാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പം ഈ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു ഞായറാഴ്ചയാണ് ചെന്നത്. ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ ഇവരെല്ലാവരും വന്നിട്ടുമുണ്ട്. അപ്പോ ഒരു ഹോമിയോ ഡോക്ടർ ചികിത്സിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തത് പോലെ തോന്നി. അവരുടെ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടല്ല ഇരിക്കുന്നത്. ഇത്രയും മരുന്നെല്ലാം ചെയ്തെടുത്ത് ഇനി ഹോമിയോ ഡോക്ടർ ഇനി എന്നാ ചെയ്യാനാന്നുള്ള ഒരു ഭാവമാണ് അവർക്കുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓരോ കേസുകളും ഇങ്ങനെ ചോദിക്കുമ്പം ഇവർക്ക് ഇയാൾ ഇത് എന്നാ ചെയ്യാൻ പോവുക, ഈ മെന്റൽ സിംറ്റംസ് ഇതെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇവർ പുറകോർക്കുന്നുണ്ട്. അപ്പൊ എനിക്കും അറിയാം തീരെ ഇവർക്ക് സുഖിക്കുന്നില്ല എന്നുള്ളത് അറിയാം. ഏതായാലും ആട്ടെ, ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാണിക്കാനുള്ള നല്ലൊരു അവസരമാണെന്ന് തന്നെ കരുതി ഞാൻ കേസ് വളരെ സൂക്ഷ്മമായിട്ട് എടുത്തു. ആ കേസിലെ പ്രധാനപ്പെട്ട സിംറ്റംസ് ഒന്ന്, ഗ്രേറ്റ് തേഴ്സ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ, പക്ഷെ അത് ലിറ്റിൽ അറ്റ് എ ടൈമാണ്. ഗാസ്ട്രാൾജിയ ഫ്രം സ്ലൈറ്റസ്റ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്, headache relieved by cold, but all other symptoms relieved by heat. മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റം ഫിയർ ഓഫ് ഡെത്ത്. ഇയാൾക്ക് ഭയങ്കര പേടിയാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഭാര്യ എപ്പോഴും കൂട്ടത്തിൽ വേണം. അയക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് കിടക്കുകയില്ല. പകല സമയത്താണെങ്കിലും ഈ വൈഫ് കൂട്ടത്തിൽ തന്നെ എപ്പോഴും വേണം.
ചേഞ്ച് ഓഫ് പ്ലേസ് കണ്ടിന്യൂവലി. മറ്റൊരു സിംറ്റം, സ്കാൽപ്പ് വെരി സെൻസിറ്റീവ്, cannot brush the hair, cannot bear the sight or smell of food, burning in the pit of the stomach, craves for acids and coffee, a closed feeling of the esophagus and everything swallowed seems to load there. ഇത്രയും സിംറ്റമാണ് മെയിൻ ആയിട്ട് കിട്ടിയത്. വേറെ കുറെ സിംറ്റംസ് ഉണ്ട്, ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ആഴ്സനിക് ആൽബം ആണല്ലോ മെയിൻ ആയിട്ട് വരുന്ന ഡ്രഗ്. ചേഞ്ച് ഓഫ് പൊസിഷൻ പെട്ടെന്ന് വരുന്നു. ഗ്രേറ്റർ തേഴ്സ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഉണ്ട്. പക്ഷെ ലിറ്റിൽ അറ്റ് എ ടൈം എന്നുള്ളത് മെയിൻ ആയിട്ട് നോക്കി. എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ആഴ്സനിക് ആൽബം 1 ഒരു ഡോസ് കൊടുക്കാൻ ഡ്രൈവറെ ഡ്രൈവർ വരണം. അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു, ആ ഡോക്ടേഴ്സിന്റെ കേൾക്കെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സിംഗിൾ ഡോസ് മെഡിസിൻ മാത്രമേ ഈ കേസിൽ കൊടുക്കുന്നുള്ളൂ. ഇത് കഴിക്കേണ്ടത് ഇന്ന് മുതൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ മുഴുവനും സ്റ്റോപ്പ് ചെയ്യണം. ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. നാളെ ഒരു മരുന്നും കഴിക്കരുത്. 2 ദിവസത്തിന് ശേഷം മാത്രം ഈ ഞാൻ തന്നുവിടുന്ന ഒരേ ഒരു പാക്കറ്റ് പൊടി കഴിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു 7 ദിവസത്തിന് ശേഷം ഡ്രൈവറെ വീണ്ടും വിടണം. ഞാൻ വീണ്ടും ഇവിടെ വരും. അന്നേരം ഈ പാത്രങ്ങളോ ഈ ചേഞ്ച് ഓഫ് ഈ പ്ലേസ് ചേഞ്ച് ചെയ്യുന്ന ഈ പരിപാടിയോ ഇങ്ങാർക്ക് കാണത്തില്ല. ഇത്തരം പറഞ്ഞു. ആ ഡോക്ടർമാർക്ക് അപ്പൊ പുച്ഛം തോന്നി കാണും. ഒരു സിംഗിൾ ഡോസ് മെഡിസിനെ കൊടുക്കുകയുള്ളൂ. 2 ദിവസം ഇംഗ്ലീഷ് മരുന്ന് മുഴുവൻ നിർത്തണം. അതിനുശേഷം പൊടി കൊടുത്തതിന് ശേഷം പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാൻ പാടില്ല 7 ദിവസത്തേന്. 7 ദിവസത്തിന് ശേഷം വീണ്ടും ഡ്രൈവറെ വിടണം. ഞാൻ വീണ്ടും ഇവിടെ വരുമ്പം ഈ പാത്രങ്ങൾ ഒന്നും കാണുകയില്ല. ഈ പറഞ്ഞ ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടായിരിക്കത്തില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് പോകും. പോകുന്ന വഴിക്ക് ഈ ഡ്രൈവർക്ക് ഭയങ്കര പേടിയായി. കാരണം ഇത്രയും ഒരു ധൈര്യമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. അവനാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. എന്തെങ്കിലും ഇതിങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവന്റെ ജോലി വരെ പോകും. അവൻ ആകെപ്പാടെ ഭയന്നു പോയി. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് അവൻ ഒരിക്കലും വിചാരിക്കുന്നു. അപ്പൊ വഴി നീളെ ഇവനിങ്ങനെ പറഞ്ഞു, ഡോക്ടറെ അങ്ങനെ പറയായിരുന്നോ, പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയില്ലേ, എന്തെങ്കിലും അയാൾക്ക് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ നോക്കുന്ന ഈ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ചെയ്ത കേസാണ്. ഒരു ദിവസം മരുന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ഉള്ള പല സംശയങ്ങളും പുള്ളി വഴി നീളെ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 7 ദിവസം ഞാൻ പറഞ്ഞത് തന്നെ ഇച്ചിരി കൂട്ടി പറഞ്ഞതാ, അതിനു മുമ്പ് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു. ഏതായാലും 7-ാം പക്കം ഡ്രൈവർ വീണ്ടും വന്നു. ഞാൻ അവിടെ ചെന്നപ്പം ഈ പറഞ്ഞ ആളിന് ഈ ഇത്രയും പറഞ്ഞ സിംറ്റംസ് ഒന്നും അവിടെ ഇല്ല. അതായത് വെള്ളം കൂടി നിന്നു, വെള്ളം ആവശ്യത്തിന് മാത്രമേ കുടിക്കത്തുള്ളൂ, വയറ്റിലെ ബേണിങ് കുറഞ്ഞു, പിന്നെ ഹെഡേക്ക് തലവേദന ഇയാൾക്കൊണ്ട് രാത്രിയിലൊക്കെ തലവേദന ഉണ്ടാകുമായിരുന്നു, അത് കുറഞ്ഞു. പിന്നെ ഈസോഫാഗസിന്റെ അവിടുത്തെ ഒരു ക്ലോസ്ഡ് ഫീലിംഗ്, അതായത് കഴിക്കുന്ന സാധനം എല്ലാം അവിടെ പോയി ലോഡ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. 7 days കഴിഞ്ഞപ്പം ഇയാൾ നോർമൽ മനുഷ്യനായി. കയറി ചെന്നപ്പോഴേ പുള്ളിക്കാരത്ത് പറഞ്ഞു, പുള്ളിയുടെ വൈഫ് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ, ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ കിടന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പതിക്ക് കിട്ടിയ ഒരു വലിയ ഒരു പ്രചോദനം അവര് അംഗീകരിക്കത്തില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു എന്താണ് ഹോമിയോപ്പതി, എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇതിന്റെ ഡോസ് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ആ ഉള്ളിലുള്ള ആ ഭാവം കൊണ്ട് അവർ അംഗീകരിച്ച് കാണത്തില്ല. പക്ഷെ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഡോസ് ആഴ്സനിക് ആൽബമാണ്. വേറൊരു കേസ് ഇടുക്കിന്ന് വന്നതാണ്. ഇയാളെ കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം 10-20 വർഷമായിട്ട് ഇങ്ങാർക്ക് വയറ്റിന്ന് പോകും, അതായത് അൺനോട്ടീസ്ഡ് ആയിട്ടാണ് പോകുന്നത്. എപ്പോഴും അയാൾ അറിയുന്നേ ഇല്ല, അയക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, 65 വയസ്സേ ഉള്ളൂ, നടക്കുകയൊക്കെ ചെയ്യും, ഒരു കുഴപ്പമില്ല, ആരോഗ്യവാനാണ്. പക്ഷെ ഇൻസെക്യൂരിറ്റി ഓഫ് ദ റെക്ടം, ഇത് എപ്പോ പോകുന്നൊന്നും എന്താണെന്നൊന്നും ഒരു കൺട്രോളും ഇല്ല.
അപ്പൊ അയാളെ വണ്ടിയെ കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. കൊണ്ടുവരണമെന്ന് എന്നോട് ചോദിച്ചു, കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇതാണ് സംഗതി, ഒരു പുള്ളിക്ക് അറിയുന്നേ ഇല്ല, പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പോകും, അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവരൊരു ജീപ്പേല് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിട്ട് പുള്ളിയെ ഇവിടെ കൊണ്ടുവന്നു. ആ കേസിൽ നമുക്കറിയാമല്ലോ, ലോസ് ഓഫ് പവർ ഓഫ് സിൻക്രണസിലാണ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഓഫ് ദ റെക്ടം രണ്ടാമത്തെ മെയിൻ ചിന്തമായിരുന്നു. ടൂൾ പാസസ് ഓൾമോസ്റ്റ് അൺനോട്ടീസ്ഡ് ആണ്. ഹെമറോയിഡ്സ് പ്രൊട്രൂഡ് ലൈക്ക് ഗ്രേപ്സ്, മച്ച് മ്യൂക്കസ് വിത്ത് സ്റ്റൂൾ, much wearing down sensation in the rectum, amelioration by cold washing, pain under the right lower lip, rib, pain under the right lower rib, fullness in the liver region, abdomen feels full, great accumulation of gas passing downwards. ഇത്രയായിരുന്നു ആ മനുഷ്യന്റെ പ്രധാനപ്പെട്ട സിംറ്റം. ഇത് കഴിഞ്ഞ 21 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ചികിത്സിക്കാത്ത ആശുപത്രികൾ തന്നെ കേരളത്തിൽ വളരെ കുറവാണ്. എറണാകുളത്തൊക്കെയുള്ള വലിയ ആശുപത്രികളിൽ പോയി, സാമ്പത്തികമായി നല്ല ശേഷിയുള്ള മനുഷ്യനാണ്. ഈ കേസിൽ കൊടുത്തത് ആലോസ് 0/3 ആണ് കൊടുത്തത്. ആലോസ് ഒരുപാട് ഡോസ് ഒന്നും കൊടുത്തില്ല, 4 ഡോസ് കൊടുത്തു. ആഴ്ചയിൽ 1 ഡോസ് വീതം, 1 പാക്കറ്റ് വീതം 1 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് രാവിലെ തുടങ്ങി കുടിക്കണം. ബാക്കി പിന്നെ PL പ്ലാസിബോ കൊടുത്തു. എന്തായാലും 1 മാസം കഴിഞ്ഞപ്പം ഈ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ മാറി. അതായത് അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള പോകുന്ന ആ കണ്ടീഷൻ മാറി. ഇപ്പം നല്ലപോലെ പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഗ്യാസ് കളക്ഷൻ വയറ്റിലെ കുറഞ്ഞു. ഈ പെയിൻ അണ്ടർ ദ റൈറ്റ് ലോവർ റിബ് അത് വളരെ ആശ്വാസമായി. പിന്നെ പെയിൻ ഇപ്പോൾ ഒട്ടുമില്ല. ഈ കേസ് നല്ല കുറവുണ്ട്. ഇപ്പോഴും ഈസ് അണ്ടർ മൈ ട്രീറ്റ്മെന്റ്. ഓൾമോസ്റ്റ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജീപ്പൊന്നും പിടിച്ച് പ്ലാസ്റ്റിക് കവറൊന്നും ഇട്ടൊന്നും വരേണ്ട കാര്യമില്ല. കൂടുതൽ സമയം വരാൻ ഞാൻ നിർബന്ധിക്കാറില്ല. ആരെങ്കിലും ഒന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റിൽ പ്ലാസിബോയിലാണ് പോകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അവരുടെ വീടിനടുത്ത് ഉള്ള ഒരു വേറൊരാളുണ്ട്, അവരുടെ ബന്ധു തന്നെയാണ്. അയക്ക് ഈ ഇൻസെക്യൂരിറ്റി ഓഫ് ദ റെക്ടം വളരെ കൂടുതലുള്ള മനുഷ്യനാണ്. പക്ഷെ അയക്ക് പ്രധാനമായിട്ടും സ്റ്റൂൾ പാസ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ പോകുന്ന അറിയാതെ തന്നെ പോകുന്ന വഴിക്കൊക്കെ പോകും. അതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര ശല്യം. നേരം വിളക്കം തൊട്ട് ബക്കറ്റും കൊണ്ട് ഇയാളെ പറയാൻ നടക്കും. അപ്പൊ ഈ അടുത്ത പുള്ളി ഇവരുടെ റിലേറ്റീവിന് അയാളൊരു ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ്സൊക്കെ നിന്ന് പോയി, ഒരു രക്ഷയില്ല. ഇൻസെക്യൂരിറ്റി ഓഫ് ദ റെക്ടം തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. ഇയാൾക്ക് ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ അന്നേരം തന്നെ പോകണം. ഭക്ഷണമല്ല, ഒരു 1/2 ഔൺസ് വെള്ളം കുടിച്ചാൽ പോലും അപ്പം തന്നെ കക്കൂസ് പോകണം. അതും ഇതുപോലെ തന്നെ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. അപ്പൊ അവര് വീട്ടുകാരും അടുത്തിട്ട് ബാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ അടുത്ത് തന്നെ കട്ടിലിട്ടിട്ട് അവിടെ തന്നെ കിടത്തിയിരിക്കുക. അപ്പൊ കഴിച്ചാൽ ഉടൻ തന്നെ ആ സെക്കൻഡ് പോകണം. ഇതിന് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരേ ഒരു മരുന്നുള്ളത് റോംബിഡിയം 0/3 ആണ് അയക്ക് കൊടുത്തത്. ഇപ്പം ഏതാണ്ട് ഒരു 3 മാസത്തോളമായി ഇപ്പൊ ആ ഇൻസെക്യൂരിറ്റി ഓഫ് ദ റെക്ടം, ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഓടിപ്പോകേണ്ട ആ അവസ്ഥയും പൂർണ്ണമായിട്ട് മാറി. അപ്പൊ അങ്ങനെ വീടിനടുത്തുള്ള പല പേഷ്യൻസും ഇവിടെ വരുന്നുണ്ട്. അടുത്തായിട്ട് ഉള്ളത് ഒരു രക്തത്തിന്റെ കേസ് തന്നെ പറഞ്ഞപ്പോ ഒരു 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു. അവന് മരത്തെ കയറാൻ ഭയങ്കര എക്സ്പെർട്ടാ. അതായത് ഏത് മരത്തേലും കുരങ്ങ് കയറുന്ന പോലെ കയറും. അതിന് ഇങ്ങനെ കയറോ സപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. എങ്ങനെ വേണേലും അവന് ഓടിക്കയറണം എന്ന് പറഞ്ഞാൽ ഓടിക്കയറും. അത്ര എക്സ്പെർട്ടാണ്. ഇവനുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ
10 ദിവസമായിട്ട് ഇവന്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ ഒരു പിന്നെ പോകണമെന്നുള്ള ഒരു അർജിങ് ഒക്കെ ഉണ്ടെങ്കിലും വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഒരു രക്ഷയുമില്ല. വയറങ്ങ് വല്ലാതെ പായ്ക്കായിട്ടിരിക്കുകയാണ്. സ്റ്റോണി ഹാർഡ്നെസ് ഓഫ് ദി സ്റ്റൊമക്കുണ്ട്. ഈ കേസില് കൊടുത്ത മരുന്ന് അലൂമിനാണ് കൊടുത്തത്. അലൂമിൻ 30 ആണ് കൊടുത്തത്. അതിന്റെ ഒരു പ്രധാന സിംറ്റം ആയിട്ട് കണ്ടത് പാസിങ് മാർബിൾ ലൈക്ക് മാസസ്, അങ്ങനെ തന്നെയായിരുന്നു. അതായത് സ്റ്റോണി ഹാർഡാണ്, മാർബിൾ പോലെ ഉള്ള പീസസ് ആണ് പാസ് ചെയ്യുന്നത്. 10 ദിവസത്തോളമായി ഇവൻ കക്കൂസിൽ നിന്ന് ഇറങ്ങുന്നില്ല. എപ്പം നോക്കിയാലും കക്കൂസിൽ പോക്ക, പക്ഷെ വയറ്റിൽ നിന്ന് പോവുക. ആ കേസിൽ അലൂമിൻ കൊടുത്തു, 30 ആണ് കൊടുത്തത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ റിസൾട്ട് കിട്ടിയില്ല. അതായത് ഈ കേസിൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലിസറിൻ ഇനിമ അവന് കൊടുത്തു. പക്ഷെ വിശേഷമൊന്നുമില്ല. മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടും വയറ്റിൽ നിന്ന് പോവുക. വന്നപ്പോൾ നമ്മൾ കൊടുത്ത മരുന്ന് കറക്റ്റ് മരുന്നാണ്, കറക്റ്റ് പൊട്ടൻസി ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഡിസിനെ പറ്റി നമുക്ക് ഒരു സംശയവുമില്ല. നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ എന്താണ് ഈ ഒബ്ജക്ഷൻ, എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ കേസിൽ ഗ്ലിസറിൻ ഇനിമ കൊടുത്തിട്ട് പോലും ഇവന് ഒരു സ്റ്റിമുലേഷനും ഇല്ല. അതുകൊണ്ട് അവനെ ചരിച്ച് കിടത്തിയിട്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ കയ്യേലിട്ടുണ്ട്, ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് നോക്കി. അങ്ങനെ വിരലിട്ട് നോക്കുമ്പം എൻ്റെ കയ്യേൽ പാറക്കല്ല് പോലെ ഒരു സാധനം ഇങ്ങനെ ഉടക്കി. അപ്പൊ ഞാനതിങ്ങനെ ചിരണ്ടി എടുക്കുന്ന കുറെ നേരം, ഗ്ലിസറിൻ നേരത്തെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വലിയ ഹാർഡല്ല, പക്ഷെ സോഫ്റ്റ് ഒന്നുമല്ല. അങ്ങനെ ചിരണ്ടി എടുത്തപ്പോ നോക്കുമ്പോ അതൊരു ആഞ്ഞിലിക്കായുടെ കുരുവ. ആഞ്ഞിലിക്ക, ഇവൻ ഈ മരത്തെ കയറി ആഞ്ഞിലിക്ക ഉള്ള സമയത്ത് ഇത് പറിച്ചു തിന്നും. അപ്പൊ ഈ വെപ്രാളത്തിന് കൂട്ടുകാരും കൂടി തിന്നുമ്പോ ഈ കുരുവൊക്കെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു കുരു ഇളക്കിയെടുത്തു, പുറകെ കുറച്ച് വേറെ ഒരു കുരു. ഒന്നും വേണ്ട, കുറെ നേരം കൊണ്ട് കുറെ അധികം കുരു ഇവന്റെ രക്തത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ ഇടയായി. ഇപ്പം അത് മാറിക്കഴിഞ്ഞപ്പം അവന്റെ വയറ്റിൽ നിന്ന് പോവുകയും ആ കണ്ടീഷൻ പൂർണ്ണമായിട്ട് കുറയുകയും ചെയ്തു. അടുത്തായിട്ട് വന്നത്, ഈ കഴിഞ്ഞ ദിവസം വന്നത് ഒരു ബാങ്ക് മാനേജറാണ്. ഇവര് ഒരു സ്ത്രീയാണ്, 51 വയസ്സുണ്ട്. ജോലി ഒരു രാജിവെക്കാനായിട്ട് അവര് പോവുകയാണ്. ഒരു നിവൃത്തിയില്ല. കാരണം അവരുടെ വെർട്ടിബ്രൽ കോളത്തിൽ ഈ സർവൈക്കൽ റീജിയനിൽ ഭയങ്കരമായ പെയിനാണ്. വെരി സെൻസിറ്റീവ് ആണ് സർവൈക്കൽ വെർട്ടിബ്ര. ആ പെയിൻ വന്നിട്ട് തലയിലോട്ട് കയറും, അത് നെക്ക് റീജിയനിലേക്ക് വരും. തൊടാൻ മേല, എവിടെയെങ്കിലും ചാരി പ്രസ് ചെയ്തിരുന്ന ഭയങ്കര വേദനയാണ്. അത് പിന്നെ മണിക്കൂറുകൾ ഇവര് വേദന എടുക്കും, അറിയാതെ അവിടെ ഒന്ന് മുട്ടിയാൽ മതി. അവർക്കുള്ള ഒരു മെയിൻ സിംറ്റം കണ്ടത് ഈ റിംഗിങ് ആൻഡ് റോറിങ് ഇൻ ഇയേഴ്സ് ആണ് മെയിൻ. എപ്പോഴും ഇവർക്ക് ഈ പിന്നെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഫാൻ കറങ്ങുന്ന ഒച്ച പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെവിക്കകത്ത് ഇങ്ങനെ റിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പറയും. അതുപോലെ വലിയ എരപ്പാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഈ ബാങ്കിൽ വന്ന് കയറിയാൽ AC ആണ്. AC ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇവര് വല്ലാതെ ഷിവർ ചെയ്യണം, ഒട്ടും തണുപ്പ് പറ്റിയത്. പക്ഷെ ബാങ്കിലെ മറ്റുള്ള സ്റ്റാഫിനൊക്കെ AC വേണ്ടിയത് കൊണ്ട് AC ഓഫ് ചെയ്യാനും പറ്റിയല്ല. കുറഞ്ഞ സ്പീഡിലിടും, പക്ഷെ അവർക്കത് അൺടോളറബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ VRS എടുക്കണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഈ ഇവരെ കൊണ്ട് പോകാത്ത ആശുപത്രികളില്ല. ഈ എല്ലാവരും എക്സ്റേ എടുക്കും, സ്കാൻ ചെയ്യും, ബ്ലഡ് പരിശോധിക്കും, മൂത്രം പരിശോധിക്കും, അങ്ങനെ കുറെ പരിപാടിയെല്ലാം ചെയ്യും. ഡിസ്ക് പ്രൊലാപ്സ് ആണ്, അത് സർജറി ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത്. ഈ കേസിൽ കൊടുത്തത് ചിനിയം സൾഫിറോബാർ 3 ആണ് കൊടുത്തത്.
ഒരാഴ്ച കഴിച്ചിട്ട് ബാക്കി PL കൊടുത്തു. കഴിഞ്ഞ ദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നു, ജോലിയൊന്നും രാജിവെക്കുന്നില്ല, പിന്നെ എനിക്കിപ്പോ നല്ല കുറവുണ്ട്, ഫാനിട്ടാലൊന്നും എനിക്ക് അങ്ങനെ തണുക്കുന്നൊന്നുമില്ല, എൻ്റെ നട്ടെല്ലിന്റെ വേദന, പെടലിയുടെ വേദന, തലയിലോട്ട് കയറുന്നതും നെക്ക് റീജിയനിലേക്ക് വരുന്നതും ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറി, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് മരുന്ന് മേടിച്ചോണ്ട് പോയി. അടുത്ത കേസ് ഒരു ലേഡി ഡോക്ടറുടെയാണ്. ഇവർക്കുള്ള പ്രശ്നം ഫിംഗർ നമ്പാവും. വിരലുകൊണ്ട് ഇങ്ങനെ സ്റ്റെത്ത് പോലും പിടിക്കുമ്പം അത് മരച്ചിരിക്കുകയാണ്. അവർക്ക് ഉള്ള രണ്ടാമത്തെ കംപ്ലൈന്റ് സെൻസ് ഓഫ് വെയിറ്റ് ഇൻ ദ നേപ്പ് ഓഫ് ദ നെക്ക്. ഇവർക്കും cannot brush the hair due to a scraping feeling when combing. തല ചീപ്പ് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആണ്, തലമുടി ചെയ്യാനേ പറ്റുക. മറ്റൊരു മെയിൻ സിംറ്റം കണ്ടത് ഐസ് ഫീൽസ് ഹെവി as through lids did not cover. അതായത് കണ്ണിന്റെ പോള അടഞ്ഞാലും അത് പൂർണ്ണമായിട്ട് അടയുന്നില്ലെന്നൊരു തോന്നൽ. ഫിംഗർ നമ്പാണ്, സെൻസ് ഓഫ് വെയിറ്റ് ഇൻ ദ നേപ്പ് ഓഫ് ദ നെക്ക്, cannot brush the hair due to the scraping feeling when combing, scalp numb, eyes feels heavy as through lids did not cover. ഇത്തരം സിംറ്റം ആണ് അവർക്ക് മെയിനായിട്ട് അവരിൽ നിന്ന് കിട്ടിയത്. അത് വെച്ച് കൊടുത്ത മരുന്ന് പാരീസ് കോൺട്രിഫോളിയ 0/3 ഒരു വീക്ക് കഴിക്കുക. എല്ലാ ദിവസവും 7 പാക്കറ്റ് കൊടുത്തു. ഓരോ ദിവസവും ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ഓരോ പാക്കറ്റ് ഇടുക, വൈകിട്ട് വരെ അത് കുടിച്ചു തീർക്കുക. വൈകിട്ടാകുമ്പം 7 ദിവസം അങ്ങനെ കഴിക്കുക. അതിനുശേഷം 3 ആഴ്ചത്തേനുള്ള പ്ലാസിബോയും കൊടുത്തു. ഇപ്പൊ ഇന്നലെ വൈകിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരുടെ ആ കൈയുടെ മരപ്പ് നല്ലപോലെ കുറഞ്ഞു. ഈ കണ്ണ് അടയുന്നില്ല എന്നുള്ള തോന്നൽ കംപ്ലീറ്റ് ആയിട്ട് മാറി. പെയിൻ ആൻഡ് വെയിറ്റ് ഇൻ ദ ഫീലിംഗ് ഓഫ് ദ നെക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, എന്നാലും നല്ലപോലെ കുറഞ്ഞു. എന്തായാലും കൈയുടെ മരപ്പ് നല്ലപോലെ കുറവുണ്ട്. ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് ഈ പിന്നെ വെയിറ്റ് നേപ്പ് ഓഫ് ദ നെക്കിലുള്ള പെയിൻ ആയിരുന്നു. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. കൊടുത്ത മരുന്ന് പാരീസ് കോൺട്രിഫോളിയ 0/3. ഇത്തരം കേസുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നതായിട്ട് ഉള്ളൂ. ഞാൻ ഇന്ന് മെയിനായിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്. നിങ്ങളെ ആരെയും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു സീനിയർ മെമ്പർ ആയതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ഹോമിയോ ഡോക്ടർമാര് പബ്ലിക്കുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നവരാണ്. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഓഫീസിലെ സ്റ്റാഫിനെയോ അങ്ങനെ കുറച്ച് പേരുമായിട്ട് മാത്രം മിങ്കിൾ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ നേരം വെളുക്കുമ്പോൾ തുടങ്ങി പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു വ്യക്തിയുടെ നന്മയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ നന്മയല്ല പറയുന്നത്, ഞാൻ ആ ഒരു ബസ് കണ്ടക്ടറുടെ നന്മയാണ് പറയുന്നത്. ഞാൻ മാതൃകാപുരുഷനായിട്ട് കണ്ടിരിക്കുന്നത് ആ മനുഷ്യനെയാണ്. തിരുവനന്തപുരത്തൊക്കെ നേരത്തെ പല കാര്യത്തിനും പോകും. സ്വന്തം കാര്യത്തിനല്ല, ഹോമിയോപ്പതിയുടെ കാര്യത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിനൊക്കെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. ഞാൻ നേരത്തെ അതൊക്കെ ചില കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു തവണ പോയത് നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന് പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റില് കുറെ പൈസ കിടപ്പുണ്ടായിരുന്നു. ആ പൈസ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാറില്ല. ഓരോ വർഷവും അത് പാസ് ഓവർ ചെയ്യും, പക്ഷെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഈയിടെ ഈ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ രാധാകൃഷ്ണന്റെ ഒരു റിപ്പോർട്ട് പത്രത്തിൽ കിടക്കുന്ന കണ്ടു. അതായത് ഇങ്ങനെയുള്ള പട്ടികജാതി വർഗത്തിന്റെ ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു എന്നൊരു റിപ്പോർട്ട് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പൊ അത് ഇങ്ങനെ ഓരോ വർഷം ഹാൻഡ് ഓവർ ചെയ്തു പോകും.
ഒരു വർഷത്തില് ഫെബ്രുവരി അവസാന വാരത്തിലാണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഞാൻ വെറുതെ അന്ന് ഇരുന്നത് ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി. പോകുമ്പം അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെന്ന സമയത്ത് മിനിസ്റ്റേഴ്സിനെ കാണാൻ നമ്മൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ഒന്നും ചെന്നാൽ കാണാൻ പറ്റില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞ് പോയാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനെ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് ഒരു സംഭവം ഒരു കുറവായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് സാർ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം നോക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അന്നേരം കളിയാക്കി എന്നോട് ചോദിച്ച്, ഇത് ഇവരോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഹോമിയോപ്പതി വളർത്താൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ അന്ന് വൈകിട്ട് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. ക്യാബിനറ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാൻ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ ഒക്കെ IAS കേഡറിലുള്ളവരാ ഇദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെ ഉണ്ട്. ഫയല് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ചോദ്യത്തിന്റെ ആൻസർ അവർ കുറിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടെ കേൾക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ എന്നെ ഒന്ന് ആക്ഷേപിക്കാനും കൂടിയാണ് പറഞ്ഞത്. ഹോമിയോപ്പതിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെ വേണേലും കരുതണം, എങ്ങനെയാലും ഈ മാർച്ച് 31 യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ വേണേലും സാറ് കരുതിക്കോളാം. എന്തായാലും അന്ന് എന്തെങ്കിലും നടപടി എടുത്തതിന്റെ ഭാഗമായിരിക്കുമല്ലോ ഇപ്പൊ രാധാകൃഷ്ണന്റെ പ്രസ്താവന ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അപ്പൊ അവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോ ട്രെയിനിന്റെ സമയം കഴിഞ്ഞു പോയി. പിന്നെ നോക്കുമ്പം ഒരു എക്സ്പ്രസ് ബസ്സാണ് കിട്ടുന്നത്. ആ എക്സ്പ്രസ് കയറുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോടൊന്ന് പറഞ്ഞായിരുന്നു, ഒരു 9:30 മുമ്പ് കോട്ടയം ചെല്ലുമായിരുന്നെങ്കിൽ എനിക്കൊരു ഉപകാരം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എക്സ്പ്രസ് അല്ലേ, കത്തിച്ചു വിട്ട് പോകാനൊന്നും കുഴപ്പമില്ല. അങ്ങനെ നല്ല സ്പീഡിൽ തന്നെ ആ വണ്ടി വിട്ടു. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നു, കയറി. ഒരാൾ അവിടെ ഇറങ്ങാനുണ്ട്. വണ്ടി ഡോറ് തുറന്നു, ഒരാൾ ഇറങ്ങി കഴിഞ്ഞപ്പം 10-20 ചെറുപ്പക്കാര് പിള്ളേര് ഈ കണ്ടക്ടറിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾ ഒന്ന് കയറിക്കോട്ടെ, കോട്ടയം വരെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങേര് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയറാൻ പറ്റിയല്ല, ഒരാളെ അവിടെ ഇറങ്ങിയത്, ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരാൾക്ക് കയറാം, അല്ലാത്ത പറ്റുകയില്ലെന്നു. അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ നിന്നോളാം, ഇരിക്കണ്ട, നിന്നോളാം, ഞങ്ങൾ കോട്ടയം വരെ ഞങ്ങൾ ഇറങ്ങിക്കോളാമെന്നു. അത് പുള്ളി പറഞ്ഞു, ഇല്ല അത് പറ്റുകയില്ല, എക്സ്പ്രസ് അത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല, ഒരാളെ കയറ്റുകൊള്ളുന്നു. അപ്പൊ ചെറുപ്പക്കാരുടെ സ്വഭാവമൊക്കെ മാറി അവര് പതുക്കനെ വണ്ടിയുടെ മുമ്പിലോട്ട് വന്നങ്ങ് നിന്നു. എന്നിട്ട് കുറച്ചുപേരങ്ങനെ നിന്നു. കുറച്ചുപേർ ഈ കണ്ടക്ടറുടെ സൈഡിൽ വന്നിട്ട് തെറി പറയാണ്ട്. തെറി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എത്ര തെറിയുണ്ടോ അത് മുഴുവൻ പുള്ളിയെ വിളിച്ചു. ഈ പുള്ളി കീഴോട്ട് കുനിഞ്ഞിരുന്ന് കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്നത്തെ കളക്ഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുക. പുള്ളി മൈൻഡ് ചെയ്യുന്നേ. അത് കുറച്ചു നേരം തെറി പറഞ്ഞു കഴിഞ്ഞപ്പോ പിള്ളേർക്ക് അരിശം പിന്നെയും കൂടി. ഇയാള് ഇങ്ങനെ കണക്കെഴുതുന്ന കണ്ടപ്പോഴാണ് അരിശം കൂടി. അപ്പം പിന്നെ അപ്പനും അമ്മയ്ക്കും കൂടെ ആയി. പിന്നെ ബാക്കി അത് കഴിഞ്ഞ് പിന്നെ വല്യപ്പനും വല്യമ്മയ്ക്കുമായി, പിന്നെ മുത്തപ്പനും മുത്തമ്മയ്ക്കുമായി. ഇങ്ങനെ ഭയങ്കര തെറി വിളിക്കുക. ചങ്ങനാശ്ശേരി ടൗൺ മുഴുവൻ കേൾക്കാൻ രാത്രി 9 മണി. പക്ഷെ അന്നേരവും ഈ മനുഷ്യൻ പാറ പോലെ ഇരിക്കുകയാണ്, ഒരു അനക്കവും ഇല്ല. അങ്ങനെ എന്റെ പ്രതീക്ഷയൊക്കെ പോയി. എന്റെ ലാസ്റ്റ് വണ്ടി പോകുന്നു. അപ്പം ഇനിയിപ്പം എങ്ങനെയായാലും ഇരിക്കേ ഉള്ളല്ല, വേറെ പണിയില്ല. വണ്ടി വിളിച്ചോണ്ടേ അവിടുന്ന് പോരാനോ. അപ്പൊ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം യാത്രക്കാര് പതുക്കെ ബഹളം തുടങ്ങി. ഇയാളൊന്നും മിണ്ടുന്നില്ല. യാത്രക്കാര് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. പിള്ളേരുടെ നേരെ ചാടിക്കൊണ്ടിരുന്നു. ഇങ്ങോട്ട് എന്നാ കണ്ടുകൊണ്ടാ ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്തിലുണ്ട്. കോതമംഗലം, തിരുവനന്തപുരം കോതമംഗലം എക്സ്പ്രസ് ബസ്സാണ്. അപ്പൊ അവര് ബഹളം വെച്ചു. കുറെ കഴിഞ്ഞ പിള്ളേർ പതുക്കനെ കറിയൊക്കെ നിർത്തി. കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു, ഇന്ന് വിട്ടേക്കാം, രാത്രി ഇത്ര ആയതുകൊണ്ട് വിട്ടേക്കാം, നാളെ താൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്.
പുള്ളി അതുവരെ ചെവി കേൾക്കാൻ മേലാതിരുന്നു. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ചെവി കേൾക്കത്തില്ല, പൊട്ടനാന്ന് വിചാരിച്ചു. കാരണം ഈ ബസ്സായിരിക്കുന്ന മുഴുവൻ പേരും, ചങ്ങനാശ്ശേരി ടൗണിൽ നിൽക്കുന്ന മുഴുവൻ പേരും ഈ ചെറി കേൾക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഈ മനുഷ്യൻ അവരെ ഒന്നും കാണുന്നില്ല, നോക്കുന്നുമില്ല, കണക്ക് ചെയ്ത് ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു, വണ്ടി വിടുക. നാളെ എത്ര മണിക്ക് വരും ചോദിച്ചു. പുള്ളി പറയുകയാണ്, പിള്ളേരെ നാളെ 2 മണിയാകും നിങ്ങളിവിടെ വരണമെങ്കിൽ. ചിലപ്പോ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ലേറ്റ് ആയിട്ടേ വരുവുള്ളൂ. നിങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ടിട്ട് വേണം വന്ന് നിൽക്കാനെന്ന് പറഞ്ഞു. വേറൊരക്ഷരം പോലും എന്ത് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ചെവിയൊക്കെ കേൾക്കുന്ന മനുഷ്യനായിരുന്നു. ഇത്രയും തെറി വിളിച്ചിട്ടും ഒരനക്കവും ഇല്ലാതെ ഞാനായിരുന്നു. എനിക്ക് കോട്ടയം എടുക്കാനായപ്പോ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തോണ്ട് ഈ കണ്ടക്ടറുടെ സീറ്റിന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പെണ്ണ് മനുഷ്യൻ നിങ്ങൾക്ക് ചെവി കേൾക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു അത്രയും തെറി പറഞ്ഞിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ എങ്ങനെ ഇങ്ങനെ കേൾക്കാൻ. അപ്പനും അമ്മയ്ക്കും മുത്തപ്പനും മുത്തപ്പനും എല്ലാം പറഞ്ഞിട്ടും ഒരു ഭാവ വ്യത്യാസമില്ലാതെ എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും? നിങ്ങളുടെ ചെവി കേൾക്കുകയല്ലെന്ന് തന്നെയാണ് വിചാരിച്ചു. അപ്പൊ അങ്ങേര് പറഞ്ഞു, ഞാൻ ഒരു മറുപടി പറഞ്ഞാൽ അവൻ അന്നേരം തന്നെ അവിടെ കിടക്കുന്ന കല്ലെടുത്തിട്ട് ഫ്രണ്ടിലെ ഗ്ലാസ്സിനിട്ട് എറിയും. മുമ്പിലത്തെ 2 ഗ്ലാസ് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ എൻ്റെതും ഡ്രൈവറുടെയും 1 മാസത്തെ ശമ്പളം അങ്ങനെ പോകും. അപ്പം അതേ സമയത്ത് തന്നെ പുറകെ വന്ന് 2 ഗ്ലാസ്സിനിട്ടും ഓരോ ഏറ് വീതം എറിയും. അടുത്ത മാസത്തെ ശമ്പളം ഞങ്ങളുടെ പോകും. പിന്നെ സാറിനെ പോലെ ഉള്ളവരുടെ തലമുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ പൊട്ടിയെന്ന് വരും. അങ്ങനെ വരുമ്പം ചങ്ങനാശ്ശേരിന്ന് വിട്ട് മെഡിക്കൽ കോളേജിൽ പോകണം. ഈ യാത്രക്കാരും എല്ലാം ആയിട്ട് കോതമംഗലത്തിന് വരെ ചെല്ലേണ്ട യാത്രക്കാരുമായിട്ട് മെഡിക്കൽ കോളേജിന്റെ പഠിക്കാൻ കിടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ എവിടുത്തുകാരനാണെന്നോ എൻ്റെ പേരെന്നാന്നോ ഒന്നും ഈ വണ്ടിയിലിരിക്കുന്ന ആർക്കും അറിയത്തില്ല. എന്നെ തല്ലിയാലും കൊന്നാലും നിങ്ങൾ ആരോട്ട് അനങ്ങാനും കൂടെ. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്കിരുന്ന് കേട്ട് കൊടുത്താൽ ഈ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ അരമണിക്കൂർ കഴിയുമ്പോൾ യാത്രക്കാർ ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിള്ളേർ നാളെ ഒന്നും അവിടെ ഒന്നും നിൽക്കുകയില്ല. നാളെ 2 മണിക്ക് അവരവരുടെ പണിക്ക് പോകും. എനിക്ക് എൻ്റെ ജോലിയും സുഖമായിട്ട് ചെയ്യാം. ഡ്രൈവർക്കും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാം. ഇതെല്ലാം മുടക്കം വരും. ഞാനൊരു മറുപടി പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ആ മനുഷ്യനോട്. അയ്യോ, ഇത്രയും നെറി കേട്ടിട്ട് ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കാം? അത് ആ മനുഷ്യന്റെ നന്മയാണ്. നമ്മളുമൊക്കെ ദിവസം തോറും ഈ ബസ് കണ്ടക്ടറെ പോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ട് പല വിഭാഗത്തിലും പ്രായത്തിലും പല തലത്തിലും ജോലി ചെയ്യുന്നവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ് ഹോമിയോപ്പതി ഡോക്ടർമാര്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദം ആക്കാനായിട്ട് സാധിക്കുന്ന. ഇനി ആ മനുഷ്യന്റെ മറ്റൊരു സ്വഭാവം കൂടി പറയാം. വീണ്ടും ഒരു തവണ തിരുവനന്തപുരത്തിന് പോയത് വേറൊന്നിനുമല്ല, നമ്മുടെ ഡിസ്പെൻസറിയുടെയും ഹോസ്പിറ്റലിന്റെയും ഒക്കെ ടൈമിംഗ് ശരിയല്ല. അതുകൊണ്ട് നേരത്തെ പിന്നെ 8 തൊട്ട് 11:30 വരെയും ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 5 വരെയായിരുന്നു OP ടൈം. അപ്പൊ ആ ടൈം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം 5 മണിക്കൂറേ ഹോമിയോ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നു. ഒരാഴ്ചയിൽ 7-5 35 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ 35 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് വീക്കിലി ഓഫിന് അർഹതയില്ല എന്ന് ഹോമിയോപ്പതി ഡയറക്ടറല്ല, ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു തോന്നൽ വന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അവസരം തന്നെ വിചാരിച്ചോ. അപ്പൊ അതനുസരിച്ച് അന്ന് തോമസ് കുരുളയായിരുന്നു KGHMOയുടെ പ്രസിഡന്റ്. അങ്ങനെ ഒരു ഓർഡർ വരാൻ പോകുന്നു. വീക്കിലി ഓഫ് ഹോമിയോ ഡോക്ടർമാരുടെ എടുത്തു കളയാൻ പോകും. അപ്പൊ അത് തോമസ് കുരുള ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ അറിയിച്ചു. എല്ലാ ജില്ലയുടെയും പ്രസിഡന്റ്മാര് തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന ദിവസം വരണം എന്ന് പ്രത്യേകം പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒരുങ്ങി. ഞങ്ങൾ 10-20 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. അപ്പൊ ഏത് ഒരു ആക്ഷൻ എടുക്കണമെങ്കിലും പുള്ളി അറിയിച്ചിട്ടേ ചെയ്യൂ. അങ്ങനെ ഞങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി ഇതിനാ ചെല്ലുന്നത്.
അവൻ ഒരു കണക്ക് കൂട്ടി കാര്യം പറഞ്ഞു. ഇതുപോലെയാണ് നിങ്ങൾ ടൈമിങ്, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വീക്കിലി ഓഫ് ഇല്ല, ഉടനെ തന്നെ ഓർഡർ വരും. അപ്പൊ ഞങ്ങള് സാറേ ഇത് എല്ലാ മനുഷ്യനും ഉള്ള ഒരു അവകാശമല്ലേ, അത് ഹോമിയോ ഡോക്ടർമാർ നിഷേധിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാല കയ്യൊക്കെ പിടിച്ചിട്ടൊന്നും പുള്ളി ഒരനക്കവും ഇല്ല, പിടിച്ചെടുത്ത് തന്നെ കൈ. അത് കഴിഞ്ഞ് കുറെ നേരം പിന്നെ സാറെ വിളിച്ചോണ്ട് വന്നപ്പം അങ്ങേരെ മേശപ്പുറത്തിരുന്ന അന്നൊക്കെ ഈ ലാൻഡ് ഫോൺ കാണിച്ചിട്ട് പറഞ്ഞത്, ഇത് ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇതിന്റെ താക്കോല് നിങ്ങളുടെ ഡയറക്ടറുടെ കയ്യിലായിരിക്കും, ഡയറക്ടറുടെ മേശപ്പുറത്തായിരിക്കും. ഇത് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആരും എന്നെ വിളിക്കാനും പാടില്ല, ഞാനും ആരെയും വിളിക്കുകയില്ല. അതുപോലെ തന്നെ എന്റെ മേശപ്പുറത്ത് വരുന്ന ഏത് ഫയലും വിത്തിൻ 48 hours ഞാൻ ഡിസ്പോസ് ചെയ്തിരിക്കും. കുറെ നേരം എല്ലാം സാറെ വെച്ചിട്ട് ഇയാൾ ഇരിക്കാൻ പോലും പറഞ്ഞില്ല. ഞങ്ങള് മുട്ട ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു രക്ഷയില്ല, വീക്കിലി പോവും. അങ്ങനെ നിരാശപ്പെട്ട് വെളിയിൽ ഇറങ്ങി, വെറുതെ തിരുവനന്തപുരത്ത് പോയി ഇന്നിപ്പോ നിന്നേച്ച് തിരിച്ചു പോകും. അപ്പൊ അയാൾ പറഞ്ഞ ഒരു കാര്യം, വിത്തിൻ 48 hours ഞാൻ തീരുമാനമെടുക്കും, എന്റെ മേശപ്പുറത്ത് വരുന്ന ഫയൽ ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല എന്നാണ്. അതുകൊണ്ട് വൈകിട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്ന് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പം അതിനകത്തൊരു വേർഡിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് 6 ദിവസം ദൈവം തമ്പുരാൻ 10 കൽപ്പന മോശയ്ക്ക് കൊടുത്തതിനകത്ത് ഉള്ളതാണ്. 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധമാണ്, അന്ന് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കന്നുകാലികളെ പോലും നിങ്ങൾ അഴിച്ചു കെട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ വേലക്കാരൻ ജോലി ചെയ്യാൻ പാടില്ല, അന്ന് യഹോവയ്ക്ക് വിശുദ്ധമാണ് എന്നുള്ള ഒരു വേർഡിങ് ഉണ്ട്. ചുമന്നരയിട്ട് വെച്ച് പിറ്റേ ദിവസം വേളൊപ്പന തന്നെ പോയി. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇയാൾ ഫയൽ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ അവിടെ ചെന്നു. ഇങ്ങനൊരു ക്രിസ്ത്യാനിയായിരുന്നു, അതുകൊണ്ട് പേരുകൊണ്ട് എനിക്കറിയാം ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ചെന്ന് ഡോറിനകത്ത് കയറിയപ്പോഴേ ഇന്നലെ വന്ന ആളല്ലേ, എന്നാ ഇന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിൽ പോയി ബൈബിൾ വായിച്ചപ്പോൾ ഒരു വേർഡിങ് കണ്ടു, എനിക്ക് പിന്നെ കേരള സർവീസ് റൂൾസും അതും ഇതൊന്നും ഞാൻ വായിച്ചില്ല, ഞാൻ ഇന്നലെ വായിച്ച ഭാഗത്ത് ഒരു പോയിന്റ് കണ്ടു, അതൊന്ന് പറഞ്ഞേച്ചു പോകാൻ വന്നോ. എന്നാ അത് ഇങ്ങനെയാണ്, 6 ദിവസം ജോലി ചെയ്തതിന് ശേഷം 7-ാം ദിവസം വീട്ടിലിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അന്തം വിട്ടുപോയി. അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല പുള്ളി. ഞാൻ പറഞ്ഞു ഞാൻ പോവുക. അപ്പൊ ഇത് പറയാനാണോ ഇവിടം വരെ വന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഈ 48 മണിക്കൂർ കഴിയുമ്പോ ഈ ഫയൽ ഇവിടുന്ന് പോകുമല്ലോ, അതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കും. അങ്ങേര് പറഞ്ഞു, എന്റെ സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഫയൽ ഞാൻ നിങ്ങളുടെ ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്യുവാണ്, ഇതിനകത്ത് ഞാൻ ഡിസിഷൻ എടുക്കുന്നില്ല. ആദ്യമായിട്ടാണ് എന്റെ സർവീസ് ജീവിതത്തിൽ ഒരു ഫയൽ ഇവിടുന്ന് റിട്ടേൺ ആകുന്നത്. ഇന്നും ഹോമിയോപ്പതി ഒരു കാര്യം വീക്കിലി ഓഫ് അനുഭവിക്കുന്നത് കൃത്യസമയത്ത് പോയി പറഞ്ഞുകൊണ്ട്. ഇനിയും അന്ന് അത് കഴിഞ്ഞിട്ട് അന്ന് അങ്ങോട്ട് പോകുമ്പോ, കാരണം ഇത് എത്രയും ഈ 48 മണിക്കൂറിനകം തിരിച്ച് വീണ്ടും ചെല്ലണമല്ലോ, അതുകൊണ്ട് ഞാൻ വെളുപ്പിനത്തെ വണ്ടിയെ തന്നെ കയറി കോട്ടയത്ത് ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിലും പോയില്ല, ആദ്യം കണ്ട ബസ്സേ കയറി. ബസ്സേ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ബസ് വരാൻ നോക്കി നിന്നിട്ടെങ്കിൽ ഒരൊറ്റ വണ്ടി വരുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ചെങ്ങന്നൂര് വരെയുള്ള ഒരു ബസ് കണ്ടു. ഇനിയിപ്പോ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരത്തിന് പോകാനും വേറെ പല റൂട്ടിൽ കൂടെയുള്ള വണ്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെങ്ങന്നൂര് പോയി. അങ്ങനെ ചെങ്ങന്നൂര് പോയി നിന്നിട്ട് എന്റെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റി, ഒരൊറ്റ വണ്ടിയെ കയറാൻ വരുന്നില്ല. അതായത് ഓരോ 5 മിനിറ്റ് ഇടവിട്ട് ബസ് വരും, ഫാസ്റ്റോ എക്സ്പ്രസോ ഒക്കെ വരും. ചെങ്ങന്നൂർ സ്റ്റാൻഡിനകത്ത് അത് കയറും. പക്ഷെ കയറി കഴിയുമ്പോൾ കുറെ പേര് ഇറങ്ങും. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുക തിരുവനന്തപുരത്ത്. അതിൽ കുറെ പേര് ചാടി കയറും, അത് ബെല്ലടിച്ച് പോകും. എനിക്ക് കയറാൻ ചെല്ലുമ്പോൾ അത് പോകും. എനിക്കൊന്നാമത് ഇങ്ങനെ ഞാൻ പഠിച്ച കാഞ്ഞിരപ്പള്ളി AK ജെയിംസ് സ്കൂളിലായിരുന്നു ഹൈസ്കൂളിൽ പഠിച്ചത്. അവിടെയൊക്കെ വെച്ച് കർശന ശിക്ഷ, അതായത് ഒരാളുടെ ശരീരം തൊട്ടാൽ അന്ന് 5 രൂപ ഫൈൻ അടിക്കും.
അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ച ഒരു വിദ്യാലയ. അതിനകത്ത് ബസ്സേ കയറണമെങ്കിൽ ക്യൂ നിന്നേ കയറാൻ പറ്റുള്ളൂ, അല്ലാതെ ഓടിച്ചെന്ന് കയറുന്ന പരിപാടിയില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇതൊരു പാഠമായി പോയി. എത്ര അത്യാവശ്യമാണെങ്കിലും ഈ ക്യൂ നിന്നേ വണ്ടിയെ കയറുള്ളൂ. അങ്ങനെ ക്യൂ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം പോകാൻ പറ്റുകയില്ല. അത് ഡബിൾ ബെല്ലടിച്ച് അത് പോകും. അങ്ങനെ നിന്ന് എനിക്ക് 48 മണിക്കൂറിനകം തിരുവനന്തപുരത്ത് ചെല്ലുകയും ചെയ്യണം. ഒരു പണിയും നടക്കില്ല, അവിടെ നിപ്പ്. അങ്ങനെ നിന്നപ്പോ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് വന്നു, നിറച്ച ആളുണ്ട്. ചാടി അവിടെ വന്നവരെല്ലാം കയറി, ഞാൻ മാത്രം കയറിയില്ല. ആ ബസ് സ്റ്റാൻഡിന്റെ വാതിൽക്ക് ചെന്നപ്പോൾ ഡബിൾ സിംഗിൾ ബെല്ലടിച്ച് നിർത്തിയിട്ട് ഒരു കണ്ടക്ടർ എന്നെ വിളിച്ച് കൈ കാണിച്ചു, വന്ന് കയറി വന്നോളാൻ പറഞ്ഞു കയറാൻ. അപ്പൊ ഞാൻ സന്തോഷമായിട്ട് കയറി കഴിഞ്ഞപ്പം ഈ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി മുമ്പിലോട്ട് പോയി അദ്ദേഹത്തിന്റെ സീറ്റ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഉണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടക്ടർ തന്നെയാണ്. കുറെ നാള് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ തെറി പറഞ്ഞ് കണ്ണു പൊട്ടിച്ച ആള് തന്നെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഓർത്തെന്നെ വിളിച്ചതായിരിക്കും വിചാരിച്ചു. അങ്ങനെ പുള്ളി ടിക്കറ്റ് ഒക്കെ കൊടുത്ത് തിരിച്ചു വന്നപ്പം എന്റെ സൈഡിൽ ഇരുന്ന ആള് ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് ആ സീറ്റ് കിട്ടി. കണ്ടക്ടർ സീറ്റിലിരുന്നു. അങ്ങനെ പിന്നെ ഈ കണക്കുകൂട്ടൽ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കണക്കുകൂട്ടലെല്ലാം കഴിഞ്ഞ് റാക്കറ്റ് ഒക്കെ ഇങ്ങനെ ബോക്സിനകത്ത് ഇട്ടേക്ക് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പൊ പുള്ളി നോക്കിച്ചു പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പണ്ട് കോതമംഗലം എക്സ്പ്രസ് പോയപ്പോ ചങ്ങനാശ്ശേരി വെച്ച് ഇങ്ങനെ പിള്ളേരെല്ലാം തടയുകയും തെറി പറയുകയൊക്കെ ചെയ്തപ്പം ഒരക്ഷരവും മിണ്ടാതിരുന്ന് തൊട്ട് ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ സീറ്റ് തന്നോണ്ടല്ലേ ഇതൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞു. അല്ലല്ല, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ ആ ഒരാൾ മാത്രം ആ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോ കൈ കാണിച്ചു വിളിച്ചത്? ഞാൻ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സ്റ്റാൻഡിൽ. ഒരു മനുഷ്യൻ പോലും അതിൽ ഡബിൾ ബെല്ലടിച്ച് എല്ലാരും പോയി. നിങ്ങൾ മാത്രം എന്തിനാണ് രണ്ടാമത് ബെല്ലടിച്ച് വണ്ടി നിർത്തിയത്? അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. എന്തിനാ ഒരാളോട് കയറാൻ വന്ന ആൾ അവിടെ നിൽക്കുന്നത്? ആളുടെ പോന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ ബെല്ലടിച്ചെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ക്വാളിറ്റി. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണ് ആ രണ്ടാമത് ബെല്ലടിച്ച് ആ ആളിനെ കൂടെ കയറ്റണം. എന്തിനാ എന്നെ ഒരു പരിചയവും ഇല്ലാത്ത നിങ്ങൾ എന്തിനാ ആ നന്മ കാണിച്ചത്? അപ്പൊ ആ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അത്. അതൊരിക്കലും മാറുകയില്ല. ഇത് തന്നെയാണ് നമ്മളും പാലിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് ഞാൻ എപ്പോഴും മെഡിക്കൽ ഓഫീസേഴ്സിന്റെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, മന്ത്ലി മീറ്റിംഗ് കൂടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഓരോരുത്തരും പറയും. അതിന്റെ പേരിൽ എന്നോട് കുറെ പേർക്ക് വിരോധവും തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്ന കാര്യം വീണ്ടും ഇവിടെ ഈ വേദിയിൽ പറയുകയാണ്. ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ആളല്ല, സമൂഹത്തിൽ വലിയ വിലയൊന്നും നമുക്കില്ല. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ കൂടെയാണ്. നമുക്ക് അതായത് എന്നെ പറ്റി വരുന്ന കംപ്ലൈന്റിൽ ഒന്ന്, ഞാൻ ആവശ്യമില്ലാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, പൈസ മേടിക്കുന്നില്ല. സെക്കൻഡ് വൺ, വഴിയെ പോകുന്നവന്റെയും പ്രഷർ നോക്കും. പ്രഷർ നോക്കണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചീട്ടെടുക്കാൻ പറയത്തില്ല, അതിന് OP ടിക്കറ്റിന്റെ പൈസ മേടിക്കത്തില്ല, അവരുടെ BP നോക്കി കുറിച്ചു കൊടുത്തു വിടുന്നു. ഈ പേഷ്യൻസിനെയൊക്കെ ഏത് മലമണ്ട കിടന്നാലും, അന്നൊന്നും ഇതുപോലെ ഓട്ടോറിക്ഷയോ ഇങ്ങനെയുള്ള വണ്ടി സൗകര്യങ്ങളോ വഴി സൗകര്യങ്ങളോ ഇല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ മേലാതെ ഒരു കുന്നന്റെ മണ്ടേ കിടക്കുകയാണെങ്കിൽ ഞാൻ പറയും, എന്റെ പേഷ്യൻസ് തീർന്നതിന് ശേഷം നിങ്ങൾ ലൊക്കേഷനൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കണ്ടോളാം, നോക്കിക്കോളാം എന്ന് പറയും. ഇങ്ങനെ വേണം നമ്മൾ ഹോമിയോപ്പതി വളർത്താൻ വേണ്ടിയിട്ടെന്ന്. അതിന്റെ പേരിൽ എനിക്ക് എന്നെ തീരെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറയാനുള്ള ഈ കാര്യങ്ങൾ പറയും. നമ്മുടെ സിസ്റ്റം വലിയ സിസ്റ്റമൊന്നുമല്ല, അത് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മുടെ കേസ് നന്നായിട്ട് പഠിക്കണം, സിംറ്റംസ് നന്നായിട്ട് പഠിക്കണം, അതിന്റെ പൊട്ടൻസി കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ പെരുമാറ്റം ഏറ്റവും നന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ വലിയ സോപ്പിംഗ് പരിപാടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈയിടെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും സമയം പോയി കാണും, ഒരു ഭാര്യയും ഭർത്താവും കയറി വന്നു. അതില് ഡോക്ടർ 2 കസേര ഉണ്ടായിരുന്നു, അവര് അവിടെ ഇരുന്നു. അവര് വിവരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അയാളുടെ അമ്മ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, അവരും കൂടെ കയറി വന്നു. ഇപ്പം ഈ മുറിയിൽ 3 കസേര ഉള്ളിടത്ത് 3 പേരും ഇരുന്ന് കഴിഞ്ഞു. ഇനി ഈ പ്രായമുള്ള അമ്മ വന്നപ്പം എവിടെ ഇരുത്തും? ഞാൻ നോക്കുമ്പം ഈ ഡോക്ടർ എഴുന്നേറ്റിട്ട് ആ അമ്മ അവിടെ ഇരുത്തി.
അയ്യോ, അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ, നിങ്ങൾക്ക് വെറ്റിലേം പാക്കും വെച്ച് ഞാൻ തൊഴുന്നു. ഞാൻ ഈ 50 കൊല്ലമായിട്ട് ചികിത്സിച്ചിട്ട് ഇത്രയും പണിയൊന്നും ഞാൻ കാണിച്ചില്ല. നിങ്ങൾ ഈ സോപ്പിന്റെ രാജാവാണെന്ന് പറഞ്ഞു. അന്നേരം അയാൾ പറഞ്ഞു, ആ കുടുംബം മുഴുവൻ ഇയാളെ വിട്ടു പോവുകയല്ല. കാരണം കേസ് എടുക്കുമ്പം പോലും അവരുടെ വീട്ടിൽ എത്ര പട്ടിയുണ്ട്, എത്ര പശുവുണ്ട്, അതിന് എത്ര മാസം ചനയുണ്ടെന്ന് വരെ ഈ കേസിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ട് അടുത്ത മാസം വരുമ്പം പശു പെറ്റോന്ന് ചോദിക്കും കൃത്യമായിട്ട്. അപ്പൊ അവര് വിചാരിക്കും ഈ ഡോക്ടർ എത്ര കെയറിങ് ആയിട്ടാണ് നോക്കുന്നത്. അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വല്ലാത്ത സോപ്പിങ്ങാ കാശ് മേടിക്കാൻ വേണ്ടി. എഴുന്നേറ്റ് തൊഴുത് കാശ് മേടിക്കുക, ഇതൊക്കെ ഭയങ്കര മോശമായ പരിപാടി. നമ്മൾ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് നമ്മുടെ ജോലി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയിരുന്നാലും അവിടെ പേഷ്യൻസ് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അതിന് ഒത്തിരി ഡിഗ്രി ഒന്നും നമുക്ക് വേണം. ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചടങ്ങ് പൂർത്തിയാക്കുന്ന ഒരു കുഴപ്പമാണ് സാർ. അയ്യോ, സാറ് പാട്ട് പാടുന്ന ഒരാളായതുകൊണ്ട് പാട്ടില്ലാതെ സാറിനെ വിടുന്നില്ല. അല്ലെ ഡോക്ടറിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് സാറിനെ കൊണ്ട് പാട്ട് പഠിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വാക്ക് കൊടുത്തു സാർ, അപ്പൊ സാറ് പാട്ട് പാടും. ചെറിയൊരു പാട്ടാണ്. അത് മതി. ഞാനുറങ്ങാനായി താരാട്ടു പാടുന്നു ദൈവം, ഞാനുറങ്ങുമ്പോൾ കാവലിരിക്കുന്നു ദൈവം, നേരം പുലരുമ്പോൾ എന്നെ ഉണർത്തുന്നു ദൈവം, ഞാനുണരുമ്പോൾ എന്നെ നടത്തുന്നു ദൈവം, എന്റെ പാദങ്ങളിരുളുമ്പോൾ ദീപമായി തെളിയുന്നു ദൈവം, എന്റെ പാദങ്ങളിടറുമ്പോൾ തളരാതെ താങ്ങുന്നു ദൈവം, ഞാനുറങ്ങാനായി എന്റെ ജീവിതമുലയുമ്പോൾ തകരാതെ കാക്കുന്നു ദൈവം, എന്റെ മാനസമുരുകുമ്പോൾ കുളിരേകിയണയുന്നു ദൈവം, ഞാനുറങ്ങാനായി താരാട്ടു പാടുന്നു ദൈവം, ഞാനുറങ്ങുമ്പോൾ കാവലിരിക്കുന്നു ദൈവം, നേരം പുലരുമ്പോൾ എന്നെ ഉണർത്തുന്നു ദൈവം, ഞാനുണരുമ്പോൾ എന്നെ നടത്തുന്നു ദൈവം, ഞാനുറങ്ങാനായി. ഓക്കെ. അതെ, എനിക്ക് തോന്നുന്നു നീലാംബരി രാഗമാണെന്ന് ഉറക്കം വരുന്ന ഒരു പാട്ടാണെന്ന് ഉറക്കുപാട്ട് പാടി. വളരെ നന്നായിട്ട് സാറിലെ ശരിക്കും പറഞ്ഞാൽ കലാകാരൻ എന്ന് പറയുന്നതാണ് ഒരു ഭിഷഗ്വരൻ. സാറ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ ഓരോ കേസുകളും വളരെ ഉജ്ജ്വലമായിരുന്നു. മറിച്ച് ഈ കേസുകളൊക്കെ തന്നെ മറുവശത്താണെങ്കിൽ ആശുപത്രി സംവിധാനങ്ങളാണ് അടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു, പത്രക്കാർ കൂടുന്നു. 21 വർഷമായിട്ട് ഉറങ്ങാതിരുന്ന ഒരാൾ ഉറങ്ങി എന്ന് പറഞ്ഞ പത്രത്തിൽ വാർത്ത വരുന്നു, അവിടെ വലിയ വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ നമുക്ക് അവിടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി ആ മനുഷ്യനെ സംബന്ധിച്ചോളം അത് സാറും നേടിക്കൊടുത്തു. പിന്നെ രണ്ടാമത് സാറ് ഒരു മരത്തിൽ കയറുന്ന ഒരാളുടെ ഒരു അപാരമായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കുറ്റവാളി, ഉടുമ്പ് ഷിബു എന്ന് പറഞ്ഞ കുറ്റവാളി ഉണ്ട്. അവളെ പ്രശസ്തനായ നമ്മുടെ പരീക്ഷ സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. ഏത് കെട്ടിടത്തിലും അനായാസന അള്ളിപ്പിടിച്ച് കയറുന്ന ഒരാളുണ്ടായിരുന്നു.
മയ്യനാട് മാധവ ആശ്രമത്തിലെ മാധവ ചെയ്തിനെ കൊന്ന കേസിൽ പ്രതിയായിട്ട് കരുതപ്പെടുന്ന ഉടുമ്പ് ഷിബു, അതിനെ സാർ ഓർമ്മിപ്പിച്ചു. രസകരമായിരുന്നു. നമ്മുടെ അയണിയുടെ കുരു പറക്കിയെടുത്ത കഥയും അതുപോലെ ഒബ്സ്റ്റക്കിൾ ടു ക്യൂർ, അതൊക്കെ സാറ് വളരെ ഭംഗിയായിട്ട് ടോട്ടൽ ഫിസിഷ്യനാണ് സാറും തെളിയിച്ചു. നമ്മുടെ ജയലളിത ഡോക്ടർ എന്താ പറയാനെന്ന് തോന്നുന്നു. ഡോക്ടറെ സംസാരിക്കാമോ? ഡോക്ടറെ കുരുവിള ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസും. സാറിന് വയ്യാന്നുണ്ടെങ്കിലും സാർ ആ ക്ലാസ് എടുത്തു. നല്ലോണം വയ്യാന്ന് എനിക്ക് തോന്നുന്നു, ജലദോഷം ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ലോണം പാടൊന്നും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ IAPHന്റെ ഫാമിലി മീറ്റില് ഡോക്ടർക്ക് പാടുകയും ചെയ്യാമായിരുന്നു. എങ്കിലും ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. എന്തായാലും പാട്ടിൽ നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടറുടെ രീതിയിലുള്ള ഒരു പാട്ടും ഹ്യൂബർട്ട് ഡോക്ടറെ കവച്ചും സാർ പാടുകയും ചെയ്തു. പ്രായമെന്നും വെറും നമ്പറുകളാണെന്ന് സാർ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് 2 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. സാറിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യുമ്പോൾ എന്തായാലും സാറിന്റെ ഏതാണ്ട് തുല്യരായിട്ടുള്ള ഒരാളുണ്ട്. നമുക്ക് ജെയിംസ് പോൾ സാറിലേക്ക് പോകാം. സാർ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജെയിംസ് പോൾ സാർ സംസാരിക്കുമ്പോ അത് അടുത്തൊരു പ്രതിഭയാണ്. അല്ല, പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ തന്നെ അദ്ദേഹം ഇപ്പോഴുള്ള ക്ലാസ്സുകളെല്ലാം എനിക്കുള്ള അഭിപ്രായം തന്നെയായിരുന്നു. കാരണം ഒരു ഡ്രഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഡ്രഗിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു, അതാണ് ഇവിടെ എല്ലാ പ്രാവശ്യവും വിശദീകരിക്കുന്നത്. ഈ പ്രാവശ്യം 2-3 കേസുകൾ പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഒരു കേസ് എടുത്ത് അത് റെപ്പർട്ടൈസ് ചെയ്ത് എങ്ങനെ ആ ഡ്രഗിൽ എത്തിച്ചേർന്നു, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ല വെറുതെ ഇങ്ങനെ കുറെ ടിപ്പ് ഇങ്ങനെ വിളമ്പിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ആ ടിപ്പ് അനുസരിച്ച് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഇരിക്കുകയും, അപ്പം ബാക്കിയുള്ളവർക്ക് ഡ്രഗ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വഴി ആണ് കൊടുത്തത്. സാറേ, ഒരു സദ്യ ആകുമ്പോ ഇഞ്ചിക്കറിയും എല്ലാം വേണല്ലോ സാറേ, പുളിശ്ശേരിയും പായസവും സാമ്പാറും എല്ലാം കാണും സാറേ. നമ്മള് ആവശ്യം എടുക്കുക. പ്രസന്റേഷൻ നമ്മുടെ ഗായകനും കൂടെ ഹ്യൂബർട്ട് ഡോക്ടറും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പരീക്ഷ സാറ് നന്ദി പറയുന്നതിലൂടെ അവസാനിപ്പിക്കാം. ഹ്യൂബർട്ട് ഡോക്ടറെ പറയാമോ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇന്ന് കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ മനോരമയില് സൺഡേ സപ്ലിമെന്റിൽ ഒരു വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ റെജിയെ കുറിച്ച്. അത് എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. കാരണം ആനകളെ ചികിത്സിച്ചതും, ഹോമിയോ മരുന്ന് വെച്ച് ആനകളെ ചികിത്സിച്ചതും എല്ലാം സുഖപ്പെട്ടതും, പട്ടിയെ ചികിത്സിച്ചതും എല്ലാം സാധാരണ ഇങ്ങനെ ഒന്നും പത്രങ്ങളിൽ വരത്തില്ല. ഒരു ഹോമിയോ ഡോക്ടർ റെജി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യം, അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവരും സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ന്യൂസ് ആണ്. കാരണം വളരെയേറെ അത്ഭുതകരമായിട്ട് ഇന്നവർക്ക് മനോരമ ഒന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൺഡേ സപ്ലിമെന്റിൽ ഒരു വലിയ ന്യൂസ് ആയിരുന്നു. ഒരു പേജ് നിറച്ചുണ്ട്. അപ്പൊ അത് എല്ലാവരും വായിച്ചിരിക്കേണ്ട കാര്യമാണ്. അതുകൂടെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ച. കുരുവിള സാറിന് വളരെയേറെ നന്ദി. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. എല്ലാം കൊണ്ട് ശ്രേഷ്ഠമായിരുന്ന ക്ലാസ് ആയിരുന്നു. നന്ദി. ഇതും കൂടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. ക്ലാസ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരാളാണ് നമ്മുടെ പരീഷ് സാർ. സാർ തിരക്കോട്ടെ പോയിട്ട് തിരിച്ച് ക്ലാസ്സിനായിട്ട് ഓടി വന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിന് നന്ദി പറയാനായിട്ട് സാറിനെ വിളിക്കുക. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കുരുവിള ഡോക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു കാര്യത്തിൽ ഇടയ്ക്കൊന്ന് കയറിയിട്ട് പോയതാണ്. കുരുവിള ഡോക്ടർ ഉള്ളത് തന്നെ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഓടി വരികയാണ് ചെയ്തത്. എനിക്കറിയാം വളരെ രസമായിട്ടുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് വാക്കുകൾ ശരിക്കും പറയാം, എന്റെ പദസമ്പത്തിൽ വാക്കുകളില്ല ശരിക്കും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്. ഏത് സമയത്ത് ഏത് പ്രസന്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ തുടർന്ന് നമ്മൾ 125 പേരെ ഒറ്റ ഉണ്ടായിരുന്നു കാണുന്നു. ഡോക്ടർ വളരെ നന്ദിയുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയാണിത്. എനിക്ക് ഡോക്ടറെ നേരിട്ട് കാണാം. ഞാൻ കോട്ടയംകാരനാണ്. പിന്നെ ഡോക്ടർ ഏതാണ് എക്സാക്ട് സ്പോട്ടോടെയാണ്? ഞാൻ തിരുവനന്തപുരത്തിന് ഇടയ്ക്കാ. തിരുവനന്തപുരം അയർക്കുന്നത്തിന് ഇടയ്ക്ക്. ഓക്കെ. ഞാന് തിരുവനന്തപുരത്താണ് ഇപ്പോഴേ. ഞാൻ പോകുന്ന ആ വഴിക്ക് പിന്നെ മണർകാട് വഴിയൊക്കെ പോകാറുണ്ട്. ഏറ്റുമാനൂർക്കും ഒക്കെ പോകാറുണ്ട്.
കുണ്ടകാട് പള്ളി വഴിയൊക്കെ. അപ്പൊ ആ വഴിയിലാണല്ലോ സംഗതി ഏകദേശം. അതെ, അത് അവിടുന്ന് ഈ അയർക്കുന്നം റൂട്ടിലേക്ക് ഈ ബൈപ്പാസിൽ നിന്ന് തിരുവഞ്ചൂര് അല്ല മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസില് തിരുവഞ്ചൂര് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് അയർക്കുന്നം റൂട്ടിലേക്ക് വരുന്ന വഴിക്കാ. ഓക്കെ, ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് ഡോക്ടറെ സർപ്രൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത്. ജസ്റ്റ് അതായത് ഐ ലൈക്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് നന്ദി പറയേണ്ട കാര്യമില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അത്രയും ഭംഗിയായിട്ട് കാര്യങ്ങളാണ്. ഞാൻ മനോജ് ഡോക്ടർ എനിക്കത് ത്രൂഔട്ട് ചിരിയായിരുന്നു. അതുപോലെ ഈ കേസുകളൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല. ആ രീതിയിലായിരുന്നു പ്രസന്റ് ചെയ്തത്. അതിന്റെ കലാപരമായിട്ടും അതിന്റെ മറ്റുള്ള ഉപകഥകളും എല്ലാം ചേർത്ത് വളരെ കാര്യമായിട്ട് അത് നേരത്തെ തന്നെയാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞ ഇത് ഇപ്പോഴും എന്റെ മനസ്സിൽ പലതും തങ്ങി നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇത് വളരെ വളരെ സരസമായിട്ടാണ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതെ, എപ്പോഴും ആവിഷ്കരണങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിലാകുമ്പോൾ അതിന് ആസ്വാദ്യത കൂടുന്നു. അതോടുകൂടി നമ്മുടെ IFPHന്റെ ഇന്നത്തെ പരിപാടിയോടെ സമാപിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Okay, thank you.